ദേവനാണ് സാധനം. ദേവന് ആദ്യം ആ കോലം കാണിക്കും, എന്നിട്ട് കഴുകിയിട്ട് കാണിക്കും. അതെ, 4 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ ഒരു സാധനം. ഒന്ന് കഴുകട്ടെ, കഴുകുമ്പോൾ യഥാർത്ഥ കളർ അറിയാലോ. അതെ. അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞ് തേയില്ല എന്ന് പറഞ്ഞു, പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയണത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ സാധനം പുറത്തിറക്കും. 4 വർഷങ്ങൾക്ക് മുമ്പേ ഞാൻ എൻ്റെ വണ്ടി മേടിച്ച സമയത്ത് എൻ്റെ വണ്ടിയിൽ കാർ സ്റ്റെബിലൈസർ പ്രോ ഉപയോഗിച്ചായിരുന്നു കേട്ടോ. അപ്പം അന്ന് നമ്മുടെ പല ആളുകളും ചോദിച്ചു ഇത് എന്താണ് ഏതാണെന്നൊക്കെ ചോദിച്ചു. താനിപ്പോഴും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. കുറേ ആൾക്കാർ ഒരുപാട് സംശയം ചോദിച്ചു. ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ ഇതുണ്ടോ എന്നാണ് പലർക്കും സംശയം. പക്ഷേ ഇപ്പോഴും എൻ്റെ വണ്ടിയിൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ സാറ്റിസ്ഫൈഡുമാണ്. എന്നെ വിളിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയണതാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പം സംശയമുണ്ട് ആൾക്കാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം. എന്തായാലും നമ്മുടെ വണ്ടി പൊക്കിയിട്ടേ അതെ ഒന്ന് നോക്കാം. ഇതിനകത്ത് സാധനം ഉണ്ടോ? നിങ്ങൾ അന്ന് പറഞ്ഞ് തേഞ്ഞു പോയില്ലെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ ഉറപ്പല്ലേ? അതിലെന്താ സംശയം? ഉറപ്പല്ലേ? ഒരു സംശയമില്ല, ധൈര്യമായിട്ട് നോക്കി. നോക്കട്ടെ. യുവക്ക ദേവനാണ് സാധനം. ദേവന് ആദ്യം ആ കോലം കാണിക്കും, എന്നിട്ട് കഴുകിയിട്ട് കാണിക്കും. അതെ, 4 വർഷത്തിന് അതിനോടൊപ്പം വെച്ചു. 4 വർഷത്തിന് ശേഷം, ഇത് പുതിയതാണ് കേട്ടോ. 4 വർഷത്തിന് ശേഷം എൻ്റെ കയ്യിലിരിക്കുന്നതാണ് ഈ ഒരു സാധനം. ഒന്ന് കഴുകട്ടെ, കഴുകുമ്പോൾ യഥാർത്ഥ കളർ അറിയാലോ. അതെ. അപ്പൊ നിങ്ങൾ അന്ന് പറഞ്ഞ് തേയില്ല എന്ന് പറഞ്ഞു, പക്ഷെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് നമ്മൾ പറയണത്. ഞാൻ ആദ്യം പറഞ്ഞ ഈ സാധനം പുറത്തിറക്കുന്നത്. അന്ന് ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞാണ് കേട്ടാ, ഇത് നിങ്ങൾ എത്ര വർഷം കഴിഞ്ഞാലും കഴുകി നോക്കിയ പഴയതുമല്ല പുതിയ പോലെ ഇരിക്കുമെന്ന്. എന്റെ കയ്യിരിക്കണ ഞാനൊന്ന് ഒന്ന് കഴുകിയിട്ട് വേണമെന്നില്ല. നമ്മുടെ ആളുകൾക്ക് അയ്യൂബക്ക എല്ലാ കാര്യങ്ങളും കാണിച്ചു കൊടുക്കുമ്പോഴാണ് വിശ്വാസം വന്നത് അല്ലേ? ഇപ്പൊ ഇത് വണ്ടിയുടെ ഉള്ളിൽ കയറിയതേ, എന്നിട്ട് നിങ്ങൾ നോക്കിയേ, ഒന്ന് കഴുകി ഒന്ന് എടുക്കട്ടെ. ഇതൊക്കെ എന്തിനാണെന്നറിയോ? ചിലപ്പോൾ ആൾക്ക് സംശയം തോന്നും. ഒന്നുമില്ലെങ്കിൽ 4 വർഷം ഉപയോഗിച്ച 4 വർഷം കിടന്നതല്ലേ. 4 വർഷം ഇത് ഷാമ്പൂല് കഴുകിയിട്ടുണ്ടെങ്കിൽ ഇതും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെ, ഒരു തേയ്മാനവും ഇതുവരെയും ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന കാർ സ്റ്റെബിലൈസർ പ്രോക്ക് വന്നിട്ടില്ല എന്നുള്ളത്. ഇത് ഫിറ്റ് ചെയ്ത ആൾക്കാർ അവര് ഹാപ്പി ആയിട്ട് അവര് നമ്മളെ പ്രൊമോട്ട് ചെയ്ത് അതില് തുടക്കത്തില് നിങ്ങളെ പോലുള്ള സ്പെഷ്യലി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം പ്രോഡക്റ്റ് ആദ്യം കണ്ടിട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുള്ളൂ. വാരി വലിച്ചൊന്നും നിങ്ങൾ എല്ലാം ചെയ്യാറില്ലല്ലോ. ഞാൻ ഉപയോഗിച്ചു ഒരു പണി ചെയ്യാൻ എനിക്കേ എങ്കിലും നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിട്ടുള്ള ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ഞാൻ അയ്യൂബിക്കടന്ന് ചോദിക്കാൻ വേണ്ടി പോണ. 4 വർഷത്തിന് ശേഷം എൻ്റെ വണ്ടിയിൽ നിന്ന് ഞാൻ ഈ സാധനം ഊരുന്നു. ഇത് പുതിയത്, യാതൊരുവിധ ഡാമേജും ഇതിന് സംഭവിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്. നമ്മളെല്ലാ സാധനങ്ങളും ഓപ്പണായിട്ട് കാണിക്കുമ്പോൾ എവിടെയെങ്കിലും ചെറിയൊരു പൊട്ടൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. സത്യം പറയല്ല, പക്ഷെ ഇതിന് യാതൊരു കുഴപ്പമില്ല. ഈ കാണിക്കുന്ന വീഡിയോയിൽ 1% കള്ളത്തരമില്ലല്ലോ. ഇല്ല, ഒരു സ്ഥലം നമ്മുടെ ആൾക്കാർ കാണുകയും ചെയ്യുന്നില്ല. നമ്മുടെ ആൾക്കാർ കാണുകയും ചെയ്തു. എങ്കിലും നമ്മുടെ ആളുകൾക്ക് ഉണ്ടായിരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ എല്ലാ വണ്ടിക്കും പറ്റുമോ എന്നുള്ളത് ചോദ്യം ചോദിച്ചു. എന്നോട് പറഞ്ഞു ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ ഒരു കോൺസെപ്റ്റാണ് ഇത് എല്ലാ വണ്ടിക്കും പറ്റുമോ? എല്ലാ വണ്ടിക്കും പറ്റും. സ്പ്രിംഗ് സസ്പെൻഷൻ ഉള്ള എല്ലാ വണ്ടിക്കും വളരെ പറ്റും. എനിക്കുള്ള അനുഭവം ഞാൻ യഥാർത്ഥമായിട്ട് പറഞ്ഞു. ഞാൻ ഈ സാധനം ഞാൻ ഉപയോഗിച്ചു. എൻ്റെ 2 ഫ്രണ്ട്സിനും ഒരു റെക്കമെൻഡേഷൻ, ഒരു താറിലും അതുപോലെ തന്നെ ഒരു എർട്ടിക്കയിലും ഈ ഒരു സാധനം ഉപയോഗിക്കുന്നത്. അവരെല്ലാവരും ഹാപ്പിയാണ്. എനിക്കുണ്ടാകുന്ന അനുഭവം, നമ്മളിപ്പോൾ ലഗേജൊക്കെ വെച്ച് ഒരു 4-5 പേര് ഒരുമിച്ച് വണ്ടിയിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ എയർപോർട്ടിൽ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ തൃശ്ശൂർ പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്ത്നെസ് ഇല്ലേ, നമ്മളിങ്ങനെ പോകുമ്പോൾ ഒരു സ്മൂത്ത്നെസ് നമുക്ക് നല്ലതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ അന്നത്തെ വീഡിയോയിൽ ഒരു കമന്റ് പറഞ്ഞിരുന്നു, ഇത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി നമ്മുടെ കയ്യിലാണ്. അന്ന് വാക്കിന് നല്ല ഒരു തീർച്ചയായിട്ടും മറിയോ എങ്ങനെ പല ആൾക്കാർ വണ്ടി ഇട്ടത് മറിയോ അങ്ങനെ നിങ്ങൾ സംശയം ചോദിക്കുന്നുള്ളൂ. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? കോർണറിങ് ശരിക്കും പറഞ്ഞാല് നമുക്ക് ഇത് മറിയണ ടെൻഡൻസി കുറയ്ക്കാണ് ചെയ്യുന്നത്. റീസൺ അതും കൂടെ ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോ വളയ്ക്കുന്ന സമയത്ത് സ്പ്രിങ്, ഒരു സൈഡിലെ സ്പ്രിങ് വണ്ടി ഈ ഇങ്ങനെ ആവണ സമയത്ത് നമ്മൾ സ്വാഭാവികമായിട്ടും സ്റ്റെയറിങ് വിട്ടുകൊടുക്കേണ്ടി വരും. ഒറ്റടിക്ക് അതേ നമ്മൾ പിടിക്കുന്ന ഇങ്ങനെ ചെരിഞ്ഞു പോണ സമയത്ത് അതേമാതിരി പിടിച്ചു കഴിഞ്ഞാൽ നേരെ പോയി മറിയും. അപ്പോൾ അങ്ങനെ വണ്ടി ചെരിയുന്ന ടെൻഡൻസി ഇതിടുമ്പോൾ കുറയാണ്. ഇതിപ്പോ കേരളത്തിലും 3 സ്റ്റേറ്റിൽ സൗത്ത് ഇന്ത്യയിൽ നമ്മൾ ഈ സാധനം സെല് ചെയ്യുന്നുണ്ടല്ലേ? അതെ. ഇപ്പൊ എന്താ പറയാ നമ്മൾ രണ്ടും പറയുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഓണറും ഞാൻ വീഡിയോ കാശ് മേടിച്ചാൽ ചിലപ്പോൾ കമന്റ് ചെയ്യാം,
ടയർ ഇൻഡസ്ട്രിയിലുള്ള ഒരാളുടെ ഒപ്പീനിയൻ നമുക്ക് ചോദിക്കണം. അതെ, നമ്മുടെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുണ്ട്. ഇദ്ദേഹം ആക്ച്വലി ഞങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്യാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം എത്ര വർഷമായിട്ട് ചേട്ടൻ ടയർ ഇൻഡസ്ട്രിയിലുണ്ട്? 30 വർഷം. 30 വർഷം. നിങ്ങളുടെ അയ്യൂബ് ഖാനെ നോക്കണ്ട, ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താ? അതായത് ഇതിന് ടെക്നിക്കലായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ അയ്യൂബ് കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇത് ശരിക്കും നമ്മൾ കോയിൽ സ്പ്രിംഗ് ബഫർ, കോയിൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോക്ക് അബ്സോർവ് ചെയ്യാൻ കൊടുക്കുന്നതിന്. അപ്പോൾ അതിപ്പം നേരത്തെ എൻ്റെ അടുത്ത് അയ്യൂബിൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചില്ലേ, അതായത് എന്തുകൊണ്ട് ഇത് OE ഫിറ്റ്മെന്റ് ആക്കുന്നില്ല എന്ന്. OE ഫിറ്റ്മെന്റ് ആക്കുന്ന വെച്ചാൽ ഇതൊരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആണ്. ഇത് വേണ്ടവർക്ക് ഉപയോഗിക്കാം, വേണ്ടാത്തവർക്ക്. അത് എല്ലാ കമ്പനികളും എല്ലാത്തിനും ഉണ്ട്, ഒരു ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇത് പോകുന്നത്. ചില കമ്പനികൾ അത് ഒറിജിനൽ ഫിറ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവരും കോസ്റ്റ് കൂടും. ചിലപ്പോൾ ഇത് ഇടുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അവർ ഉപയോഗിക്കാത്തത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇത് അവരുടെ ഉപയോഗത്തിനനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇത് ആഫ്റ്റർ മാർക്കറ്റ് പ്രോഡക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. ഇതിനുള്ള മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും കോയിൽ സ്പ്രിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹമ്പി ആടുമ്പോൾ ഇവിടെ ഉണ്ട് ചേട്ടാ, ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്, ഇതുകൂടെ എന്ന് പറഞ്ഞ് ഇത് നോക്കി പറയാലോ. കോയിൽ സ്പ്രിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഒരു കുഴിയിൽ ചടമ്പത്തേക്ക് ഇത് ഇങ്ങനെ ഒരു ആക്ഷൻ വരും. ഇപ്പൊ എനിക്ക് കൈകൊണ്ട് പിടിച്ചിട്ട് നിങ്ങളുടെ ആക്ഷൻ വരും, നിങ്ങളുടെ ആക്ഷൻ വരും. ആക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മളിത് വീണ്ടും കുഴിയിൽ പുറത്തേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ബൗൺസ് ചെയ്തോണ്ടിരിക്കും. അപ്പൊ ആ ഒരു ബമ്പി റൈഡ് അതൊന്ന്. രണ്ടാമത് ഇപ്പൊ 4 കോയിൽ സ്പ്രിംഗ് ഉണ്ടാവൂല. അപ്പൊ നമ്മളൊരു കോർണർ ചെയ്യണം. ആ കോർണർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതിങ്ങനെ ഒരു സ്വിങ് ആക്ഷൻ, അത് ബോഡി റോൾ എന്ന് പറയും. ബോഡി റോള് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ബോഡി റോള് ചിലപ്പോൾ ഈ അയ്യൂബ് നേരത്തെ പറഞ്ഞൊക്കെ ആക്സിഡന്റിലേക്ക് നയിക്കാം. പക്ഷെ ആ ബോഡി റോൾ ഒഴിവാക്കാം, അതേപോലുള്ള ബമ്പി റൈഡ് ഒഴിവാക്കാം. പിന്നെ ബോഡിയുടെ ഹൈറ്റ്, റോഡ് ഹൈറ്റ് കൂട്ടാം. ചില ആൾക്കാര് വീട്ടിലേക്ക് കയറുമ്പോഴത്തേക്ക് ഒരു ഹമ്പ് ഉണ്ടാവും. ചിലപ്പോൾ അതിലെ കൂടെ റെഗുലർ ആയിട്ട് പോകുമ്പോഴത്തേക്ക് ഹമ്പിൽ തട്ടിയിട്ട് അതിന്റെ അണ്ടർ ബോഡിയിൽ ബോഡി ഹൈറ്റ് കൂട്ടുന്നവർക്ക് നല്ലതാണ്. ബോഡി റോൾ കുറയ്ക്കാൻ നല്ലതാണ്. അതേപോലെ തന്നെ ബമ്പി റൈഡ് ഒഴിവാക്കാൻ നല്ലതാണ്. നമ്മുടെ ഈ കാർ സ്റ്റെബിലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അൺഈവനായിട്ട് നമ്മുടെ ടയർ തെയ്യുമോ, അല്ലെങ്കിൽ സസ്പെൻഷൻ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിൻ്റെ ആ സംശയത്തിനുള്ള ഇതെന്ന് വെച്ചാൽ ആദ്യം സസ്പെൻഷനെ പറ്റി മനസ്സിലാക്കണം. ഒരു കാറ് സസ്പെൻഡ് ചെയ്ത് നിർത്തിയാക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് എൻഡ് സസ്പെൻഷൻ, ബാക്ക് എൻഡ് സസ്പെൻഷൻ. അതിൽ ആ സസ്പെൻഷനിൽ കോയിൽ സ്പ്രിംഗ് ഉണ്ട്, അതേപോലെ തന്നെ പല ആംഗിൾസും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു കോയിൽ സ്പ്രിംഗ് ബഫർ, അതായത് കോയിൽ സ്പ്രിംഗിന്റെ ഇടയിൽ വെക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ ആംഗിൾസ് മാറത്തില്ല. അതുകൂടാതെ സ്വയിങ് കുറയുന്നത് കൊണ്ട് ഇതിന്റെ ഈ സസ്പെൻഷനിൽ തകരാറ് വരാനുള്ള ചാൻസ് കുറയത്തേ ഉള്ളു. അതേപോലെ തന്നെ അൺഈവൻ വരുന്നത് ഈ അലൈൻമെന്റ് ആംഗിൾസിൽ വ്യത്യാസം വരുമ്പോഴത്തേക്ക്, അതായത് കേമ്പർ, കേസ്റ്റർ, ടോയിൻ എന്നൊക്കെ പറഞ്ഞ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട്. അതിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കാണ് നമ്മൾ തേയ്മാനം ഈ അൺഈവനായിട്ട് വരുന്നത്. അല്ലാതെ ഇതിട്ടുകൊണ്ട് യാതൊരു കാരണവശാലും വരത്തില്ല. ഇത് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യത്തേയുള്ളൂ, അതിന് അൺഈവൻ വരാതിരിക്കാൻ ഹെൽപ്പ് ചെയ്യത്തേയുള്ളൂ. ചേട്ടന്റെ കടയിൽ ടയറും വരുന്ന ആൾക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാറുണ്ട്. ഒരുപാട് പേര് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഫിറ്റ് ചെയ്ത ആൾക്കാർ എന്നെ കഴിഞ്ഞ 7 വർഷമായി ഞാൻ എന്റെ ടയർ കേസ് എന്ന് പറഞ്ഞ സ്ഥാപനം തുടങ്ങിയിട്ട്. അപ്പൊ ഫിറ്റ് ചെയ്ത പല ആൾക്കാരും വീണ്ടും അവിടെ വന്നിട്ട് സർവീസിന് വരുമ്പോഴത്തേക്ക് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് പെർഫെക്റ്റ്ലി ഹാപ്പിയാണ്. ആരും കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല. ഒരാളുടെ റിയൽ എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹം ഒരു ഇൻഡസ്ട്രിയിലുള്ള ഒരാളെന്ന രൂപത്തിൽ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആണ്. ആളുകൾ അവിടെ വരും കേട്ടോ, ശരിയാണ്. നമ്പർ ഞാൻ കൊടുത്തോട്ടെ, അപ്പൊ നിങ്ങളൊരു അഡ്വൈസറായിട്ട് നിൽക്കുമായിരിക്കും. എന്തായാലും വേറൊരു കാര്യം, ഈ പ്രൊഡക്റ്റിന് ഐക്കാറ്റ് അപ്രൂവൽ ഉടനെ ലഭിക്കുന്നതാണ്. ഓൺ പ്രോസസിംഗിലാണ്, ഫൈനൽ സ്റ്റേജിലാണ്. അത് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്റ്റ് ഓൾറെഡി മിഡിൽ ഈസ്റ്റ് ആൻഡ് ആഫ്രിക്ക, ജർമ്മനി, അവിടെ എല്ലാം വണ്ടികളിലിട്ട് ടെസ്റ്റ് ചെയ്ത് അവര് വിർജിൻ കൺട്രീസിന്റെ അപ്രൂവലിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ മാഷാല്ലാ നമുക്ക് ഒരുപാട് എത്തിക്കാൻ പറ്റും. അതെന്നറിയോ, പല ആളുകൾക്കും അതുപോലെ തന്നെ CNG ഫിറ്റ് ചെയ്യുന്ന വണ്ടികളിൽ വേറെ സിമിലർ പ്രോഡക്റ്റ് ഒരുപാടുണ്ട്. പക്ഷെ അതൊക്കെ 6 മാസം കഴിയുമ്പോഴത്തേനും അമങ്ങി പോവുക, പൊട്ടിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ചലഞ്ച് ചെയ്യാണ്. 10 വർഷം ഇട്ടിട്ട് ഇനിയിപ്പോ അതുപോലെ അടുത്ത വീഡിയോ 10 വർഷം കഴിയുമ്പോൾ നമുക്ക് ചെയ്യാറുണ്ട്. ഇതേ XL6 അല്ല, അന്ന് നിങ്ങൾ പറയണത് ഇതുപോലെ ഇരിക്കുന്നാണ് പറയണത്. എന്താ സംശയം?
ഇത് നോട്ട് ചെയ്യും. എന്താ സംശയം? അന്ന് യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വരും. നിങ്ങൾ ഞാൻ മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അതെന്നറിയാം. അന്നും എന്നോട് ചോദിച്ചപ്പോ ഇത് എന്താ സംശയം, ധൈര്യപ്പെട്ട് കൊണ്ടുപോക്കുമെന്നാണ് അയ്യൂബക്ക പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞതിൽ 1 mm നിങ്ങൾ ടെസ്റ്റ് ലാബിൽ കൊടുത്തിട്ട് ചെക്ക് ചെയ്യും. ഞാൻ തുല്ലു പറഞ്ഞല്ലോ, ഞാൻ നിർത്തി. അപ്പോ അത് ഞാനും 7 വർഷം എന്റെ വർക്ക്ഷോപ്പിൽ ഇട്ടിട്ടാണ് ഞാൻ പുറത്തേക്ക് വന്നത്. വെറുതെ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാന്നല്ല, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന. അതാണ് കറക്റ്റ്. അത് കൂടാതെ നമ്മളുടെ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് അതാണ് കറക്റ്റ്. 40,000 വണ്ടികൾക്ക് ചെയ്തിട്ട് ആരുടെയും പൈസ പോയിട്ടില്ല. 3 വർഷത്തെ ഗ്യാരണ്ടി, റീപ്ലേസ്മെന്റ് വാറണ്ടി. അത് കൂടാതെ കണ്ടിട്ട് 1 മാസം സമയം കൊടുക്കുന്നുണ്ട്. 1 രൂപ മേടിക്കാതെ കണ്ടിട്ട് അവർക്ക് ഹാപ്പി അല്ലേ? നമ്മൾ ഒരു കാരണം ചോദിക്കുന്നില്ല, വേണ്ടേ, അയച്ചു തന്നിരിക്കും. അത് ഇങ്ങനെ ഉപയോഗിക്കാട്ടാ. വല്ല ലോങ് ട്രിപ്പ് ഒക്കെ പോവുകയാണെങ്കിൽ തൽക്കാലം ഇടിച്ച് പൈസ കൊടുത്തിട്ട് പോയി വന്നിട്ട് അയച്ചിട്ട് വേണമെങ്കിൽ എന്റെ അടുത്ത് റീപ്ലേസ്മെന്റ് മേടിക്കാം. അവരും പടച്ചോണ്ട് തമ്മിലായിക്കോട്ടെ. ഞാൻ പറഞ്ഞു. അപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓഡിയൻസിന് കൊടുത്ത വലിയൊരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ അയ്യൂബക്ക, ഞാൻ കഴിഞ്ഞ 4 വർഷമായിട്ട് ഇത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ഇതാണ് ആ പ്രോഡക്റ്റ്. നമ്മുടെ ഓഡിയൻസിനെ കാണിക്കുന്ന റെസ്പോൺസിബിലിറ്റി അയ്യൂബക്ക പറഞ്ഞപ്പോൾ ഞാനത് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞാൻ നേരത്തെ എൻ്റെ ഒരു വിശ്വാസം ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ പോയി ഉണ്ടാവും. പക്ഷേ ഇത് കളർ അറിയാതെ വണ്ടിക്കടിയിൽ ഉള്ള സാധനമാണ്, അല്ലാതെ വേറെ യാതൊരു വിഷയം. അയ്യൂബക്ക, നിങ്ങൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ടും ഞാൻ യോജിക്കുന്നു. ഒരു ടയർ എക്സ്പെർട്ട് എന്ന രൂപത്തിൽ ചേട്ടനും അതിൻ്റെ ഒരു റിയൽ ആയിട്ടുള്ള കാര്യം പറഞ്ഞു. വേറൊരു ചെറിയൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മള് CNG ലൊവാറ്റോയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്. അപ്പൊ ലോട്ടോയുടെ ഓൾ ഇന്ത്യ ഡിസ്ട്രിബ്യൂട്ടർ ഈ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി കണ്ടിട്ട് ഇത് സർട്ടിഫൈ അപ്രൂവ് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ്. വെരി ഗുഡ്. അപ്പോ CNG ഫിറ്റ് ചെയ്ത വണ്ടികൾക്ക് സ്പെഷ്യലി നിങ്ങൾ 4 ഇട്ടില്ലെങ്കിൽ പ്ലീസ് അറ്റ്ലീസ്റ്റ് ഇത് ബാക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം നിങ്ങളുടെ റിയർ ഷോക്കിന് ആ ടാങ്കിന്റെ വെയിറ്റ് കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാവില്ല. ഉണ്ടാകില്ല. ഇല്ല. ഓക്കെ. അപ്പൊ അതുകൊണ്ട് CNG ഫിറ്റ് ചെയ്യുന്ന എല്ലാവരും പ്ലീസ്, സിമിലർ പ്രോഡക്റ്റ് പലതുകൊണ്ട് ഹൈറ്റ് കിട്ടാൻ മരക്കട്ടയിൽ ഇട്ട് ചെയ്താലും ഹൈറ്റ് കിട്ടും. ഇതിട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്മൂത്ത്നെസ്സും. അല്ലാതെ ഞാനത് ഉപയോഗിക്കുന്ന ഒരാളാണ്. ചിലപ്പോൾ ഒരു 3 വർഷം കഴിയുമ്പോൾ 2 വർഷം എൻ്റെ വണ്ടി കൊടുത്തേക്കൂട്ടാ, പുതിയ വണ്ടി മേടിക്കുമ്പോൾ ഞാൻ അതിനിടും. അയ്യൂബക്ക, എല്ലാവിധ ആശംസകളും. നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ സംരംഭം മുന്നോട്ട് പോട്ടെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ ഈ അടുത്തൊരു ഇത് ചെറിയൊരു ഇതിട്ടിരുന്നു. ഞാൻ പരിചയപ്പെടുത്തുന്ന ഏതൊരു പ്രോഡക്റ്റും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ നമ്പർ ഇട്ടില്ലേ? ആളുകൾക്ക് വിളിക്കാം. അത് ഞാൻ പറഞ്ഞു. അതിലാളുകൾ വിളിക്കട്ടെ. ആളുകൾ വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം. ഇപ്പം അൻസിൽ, ഇതിൻ്റെ സ്റ്റോക്കിസ്റ്റായ അൻസിനെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞാൻ എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഫോൺ എടുത്താൽ ഞാനത് നിങ്ങൾക്ക് മറുപടി തന്നിരുന്നേ. ഇപ്പം തന്നെ ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം സന്തോഷം. എല്ലാവിധ ആശംസകളും. നമ്മുടെ നാട്ടിൽ ഒരുപാട് സംരംഭകരുണ്ട്, അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യലാണ് നമ്മുടെ പരിപാടി. അപ്പോൾ വീണ്ടും കാണാം.